നമസ്കാരം. വാട്ടർഫോർഡ് കൗണ്ടിയിലെ ഒരു പ്രകൃതി മനോഹരമായ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കോമ്ര മൗണ്ടൻസിന്റെ ഭാഗമായിട്ടുള്ള മഹോൺസ് ഫാളിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല ഈ ഒരാഴ്ച, അതായത് ഏപ്രിലെ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ആയിട്ട് നല്ല വെയിലാണ്. അപ്പം നല്ല ഡ്രൈവിന്, ഈ കോമ്ര മൗണ്ടൻസ് എന്ന് പറയുന്നത് കോമ്ര ഡ്രൈവ്, നല്ലൊരു ഡ്രൈവിന് പറ്റിയ ഒരു വഴിയാണ്. പ്ലസ് നമുക്ക് നല്ലൊരു കാലാവസ്ഥയിൽ നടക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയയും കൂടിയാണ് ഈ മഹോൺ വാട്ടർഫോൾസ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതുപോലെ സമ്മറിൽ വാട്ടർഫോർഡ് വരുന്നവർക്ക് ഈ കോമ്ര ഡ്രൈവും ഈ മഹോൺ ഫാൾസും ഒരു അട്രാക്റ്റീവ് പ്ലേസസ് ആണ്. നോക്കി വെക്കുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഇവിടെ മേയുന്ന ആടുകൾ കേട്ടോ. ഇതിങ്ങനെ ഇതിലെ വെറുതെ വിട്ടിരിക്കുക. എനിക്കൊന്ന് ഓരോരുത്തരുടെ ഉടമസ്ഥതയിലുള്ള ആടിനെ തിരിച്ചറിയാനാന്ന് തോന്നുന്നു കളർ അടിച്ചിരിക്കുന്നത്. നമ്മളുമായിട്ട് അത്ര ഫ്രണ്ട്ലി അല്ല. നമ്മളെ കണ്ടപ്പോഴേ അതിങ്ങനെ ദൂരോട്ട് പോവാം. ഇത്രയും നേരം വഴിയിലാണ് നിന്നിരുന്നത്. നമ്മൾ ഈ കോമ്ര ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ നിർത്തിയിട്ടാണ് മഹോൺ ഫാൾസിലേക്ക് പോകുന്നത്. ഈ മഹോൺ ഫാൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വലിയ വാട്ടർഫോൾസ് പോലെ കമ്പാരിസൺ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു തോട്ടിലെ വെള്ളം ഒരു പാറപ്പുറത്ത് നിന്ന് വീഴുന്ന അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് ഇച്ചിരി ഉയരത്തിൽ നിന്ന് ഇങ്ങനെ തട്ടായിട്ടൊക്കെ വീഴുന്നത് ഒരു രസം. പിന്നെ എന്തും നമ്മൾ ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1.5 കിലോമീറ്ററെങ്കിലും നടക്കാനുണ്ട്. 1.5 ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ നടക്കുന്ന ഏരിയ നല്ല ഫ്രഷ് എയർ, നല്ല മൗണ്ടൻസ്, നല്ല സീനറി. പിന്നെ ഇവിടെ ചെമ്മരിയാടുകൾ അതൊക്കെ ഇങ്ങനെ പോകുന്നു. അത് നല്ല നടക്കുന്നത് മടുപ്പം ഉണ്ടായില്ല, പക്ഷെ ഭയങ്കര കിതയ്ക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ ഇത്രയും നേരം നടന്നു പോവല്ലേ, അപ്പോൾ പിന്നെ അറ്റത്തൊരു ലക്ഷ്യസ്ഥാനം വേണമല്ലോ. അപ്പോൾ അത് കാണാൻ പോവാണ്. ഒരുപാട് പേരുണ്ട്. നമ്മൾ കുറേ പേരെ ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടു. അതുപോലെ നമ്മുടെ പുറകെ ആൾക്കാർ വരുന്നുണ്ട്. സ്നേഹയും കൊച്ചും അവിടെ ഒരു പാറപ്പുറത്തിരുന്നു ഇനി നടക്കാൻ വയ്യെന്നും പറഞ്ഞ്.
ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. കണ്ടോ എൻ്റെ പുറകിലെ സീനറി കണ്ടോ നിങ്ങൾ? അടിപൊളിയല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉരുളൊക്കെ പൊട്ടിയ സ്ഥലത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതുപോലെയല്ലേ, മല ഇങ്ങനെ പൊട്ടി ഒഴുകിയോന്ന പോലെ. അവിടുന്ന് കല്ലൊക്കെ പൊട്ടി വീഴുന്നതാണെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഈ ചുവട്ടിൽ മാത്രമാണ് കൂടുതൽ കല്ലുകൾ. അപ്പോൾ അവിടുന്ന് നടന്നു വന്നത് തന്നെ ആയിരിക്കാം. അപ്പം വാട്ടർഫോൾസിലെ വെള്ളമൊക്കെ ഇതിലേക്കൂടെയാണ് ഒഴുകിപ്പോകുന്നത്. അതുപോലെ അങ്ങ് താഴെ ചെമ്മരിയാടുകൾ നെയ്യുന്നുണ്ട്. പിന്നെ ഇത് അവിടെ അതിൻ്റെ നല്ല നല്ല ഉയരമാണ് കേട്ടോ, നല്ല ദൂരമുണ്ട്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പം അതിൻ്റെ അത് ഡിസ്റ്റൻസ് അറിയുന്നില്ല. ക്യാമറയിൽ കൂടെ നോക്കുമ്പോഴേ നേരിട്ട് നോക്കുമ്പോൾ നല്ല ദൂരമുണ്ട്. നമ്മൾ നടന്നടുക്കും തോറുമേ അങ്ങേ അറ്റത്തുനിന്ന് ഇത് അകന്നു പോകുന്ന പോലെ തോന്നും. ഇതാണ് നമ്മുടെ മലയുടെ പ്രധാനപ്പെട്ട ഏരിയ കൂടിച്ചേരുന്ന ഭാഗം. ഇതേ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നോക്കി നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു റിലീഫ്, ഇത്രയും നേരം നടന്ന് മടുത്തു വന്നതിൻ്റെയും ആ കിതപ്പൊക്കെ ഒന്ന് മാറി. പിന്നെ ഈ പാറപ്പുറത്തൊക്കെ ഇരുന്ന് മേലോട്ട് നോക്കി കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കാം. അടിപൊളി. പിന്നെ കാലാവസ്ഥ അനുകൂലമായിരിക്കണം കേട്ടോ ഇതിനൊക്കെ. അപ്പം നമ്മുടെ വെള്ളച്ചാട്ടം ആ കാണുന്നതാണ്. ഈ വാട്ടർഫോൾസ് 3 തട്ടായിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കാണിച്ചത് ഇതാണ്. അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരെണ്ണമുണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണമുണ്ട്. അതിന് നമ്മൾ ആ മുകളിൽ ആ രണ്ടാമത്തെ വലിയ കല്ലിന് മുകളിൽ കയറണം. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു സൈഡിൽ കൂടെ കയറാം. പിന്നെ എല്ലായ്പ്പോഴും ഇവരൊക്കെ മടുത്ത് തിരിച്ചു പോകാമെന്ന് പറയാം. നമ്മുടെ ഒപ്പം വരാൻ സാധിക്കാതെ സ്നേഹയും ജെന്നിഫറും താഴെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വരാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. ഞങ്ങൾ പയ്യെ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മാഹൻ ഫാൾസിലേക്കുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് നടത്തമൊക്കെ കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ എടുത്തു നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വാട്ടർഫോളിലേക്ക് ഒരു ട്രിപ്പ് നല്ലൊരു സണ്ണി ഡേയ്സിൽ ഈ സമ്മറിലൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതും ഉൾപ്പെടുത്താവുന്നതാണ്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ കോംബ്ര ഡ്രൈവും നല്ലതാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മഴ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഏരിയയിലേക്ക് വരരുത്, ഭയങ്കര തണുപ്പായിരിക്കും, നമുക്ക് യാത്ര ഒട്ടുകയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.